ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണുകൾ നമ്മൾ കുറേ നേരം ഉപയോഗിക്കുമ്പോൾ ഫോൺ ഹീറ്റ് ആകാറുണ്ട്, ചെറുതായിട്ടെങ്കിലും. ചിലരുടെ ഫോണുകളാണെങ്കിൽ നല്ലവണ്ണം ഹീറ്റാകുന്ന ഫോണുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഹീറ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര ഡിഗ്രി നമ്മുടെ ഫോൺ ഇപ്പോൾ ചൂടായിട്ടുണ്ട്? ഒരു 40 ഡിഗ്രി വരെയൊക്കെ ഒരു ഫോൺ ചൂടായാലും അല്ലെങ്കിൽ ഹീറ്റായാലും വലിയ കുഴപ്പമില്ല. അതിന് മേളിലോട്ടൊക്കെ ചൂടായാലാണ് നമ്മുടെ ബാറ്ററിക്കൊക്കെ കംപ്ലയിൻറ്റ് വരിക എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫോണ് എത്ര ഡിഗ്രി ചൂടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ഡിഗ്രി ചൂട് നമ്മുടെ ഫോണിലുണ്ട്, അതുപോലെ നമ്മുടെ ഫോണിൻ്റെ CPU എത്ര ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ ഹീറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എത്ര ഡിഗ്രി ഹീറ്റ് ഉണ്ട് എങ്ങനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഒരു 38 ഡിഗ്രിയൊക്കെ ചൂടുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഫോൺ ഉപയോഗിക്കാതൊക്കെ ഇരിക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഒന്ന് തണുക്കും. അങ്ങനെയൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഹീറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിലെ ഹീറ്റ് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഫോണിലെ ഹീറ്റ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എത്ര ഡിഗ്രി ഉണ്ടെന്ന്? ഒരു ഡിവൈസിൻ്റെയും സഹായം ഇല്ലാതെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിലെ ഹീറ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരിക്കലും കറക്റ്റൊരു നമ്മുടെ ഹീറ്റ് മെഷർമെൻ്റ് ഒക്കെ ഉപയോഗിച്ച്, അതായത് അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച് ഹീറ്റ് ചെക്ക് ചെയ്യുമല്ലോ, യൂട്യൂബിലൊക്കെ പല വീഡിയോകളും ഉണ്ട്. അങ്ങനെ ഡിവൈസുകൾ കാണിക്കുന്ന അത്ര കറക്റ്റ് ആയിരിക്കത്തില്ല നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ. എന്നാലും ഒരു ഡിഗ്രിയിലും വ്യത്യാസം വരെ കാണത്തുള്ളൂ, കറക്റ്റായിരിക്കും മിക്കവാറും. ഞാനിതിൻ്റെ റിവ്യൂകളൊക്കെ പ്ലേ സ്റ്റോറിൽ നോക്കിയപ്പോൾ വളരെ നല്ല റിവ്യൂ ആണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കൂടുതലും കാഴ്ച പരിമിതരായവർക്ക് വേണ്ടിയുള്ള ആൻഡ്രോയിഡ് വിൻഡോസ് പരമായ വീഡിയോകളാണ് ചെയ്യുവാൻ ശ്രമിക്കുന്നത്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും. വീഡിയോ ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ഇതിനുവേണ്ടി നമ്മൾ CPU സെഡ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായി ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ CPU സെഡ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് 3-4 ടാബുകളാണ് ഏറ്റവും മേളിൽ. ഓരോ ടാബായിട്ടാണ് കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഓരോ ടാബുകളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഓരോ ഓപ്ഷനുകൾ. അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. SOC എന്നാണ് തോന്നുന്നത്. ഡിവൈസ്, സിസ്റ്റം, ബാറ്ററി, തെർമൽ, സെൻസേഴ്സ്, സെൻസർ ആണ്. Qualcomm hexadecimal 805 Qualcomm hexadecimal 804 model Qualcomm hexadecimal 805 Qualcomm hexadecimal 804 2.21 GHz. അതിൻ്റെ പ്രൊസസ്സറിൻ്റെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മോഡലും എത്ര ജിഗാഹെർട്സിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. അതിൻ്റെ താഴെയായിട്ട് model Qualcomm Technologies Inc SM7150. നമുക്കിവിടെ ബാറ്ററി എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ ടെമ്പറേച്ചറാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാറ്ററി എന്നുള്ളത് എടുക്കുക. തെർമൽ എന്നുള്ളത് നോക്കാം, പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഒരാൾക്ക് പിടികിട്ടത്തില്ല. കാരണം ഭയങ്കര കൺഫ്യൂഷൻ തരുന്ന രീതിയിലാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓരോ പാർട്ടിൻ്റെ, അതായത് നമ്മുടെ ഫോണിലുള്ള ഓരോ പാർട്ടിൻ്റെയും ടെമ്പറേച്ചർ അവിടെ കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിലും എളുപ്പമുള്ള രീതി നമ്മൾ ബാറ്ററിയിൽ നോക്കുന്നതാണ്. അങ്ങനെ ബാറ്ററി എടുക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഹെൽത്ത് ഗുഡ് എന്നാണ് കാണിക്കുന്നത്. ചാർജ് 97 ഉണ്ട്. ഇപ്പം ബാറ്ററിയിൽ നിന്നാണ് ചാർജ് എടുക്കുന്നത്, അതാണ് പവർ സോഴ്സ് കാണിച്ചേക്കുന്നത്. ഡിസ്ചാർജിങ്, ടെക്നോളജി, temperature 34.7 degrees Celsius. കാരണം ഇപ്പോഴത്തെ എൻ്റെ ബാറ്ററി അല്ലെങ്കിൽ ആ ഫോണിൻ്റെ മൊത്തത്തിലുള്ളൊരു ടെമ്പറേച്ചറാണ് അവിടെ കാണിക്കുന്നത്, 34 ഡിഗ്രി സെൽഷ്യസ്. അത് ഏകദേശം കറക്റ്റാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ഫോൺ ഇപ്പോൾ ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഫോണ് നല്ല എന്താ പറയുന്നത്, കൂളായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഹീറ്റും എങ്ങും കാണാൻ സാധിക്കുന്നില്ല ഫോണിൻ്റെ ഒരു സൈഡിൽ. മാക്സിമം 37-38 വരെയൊക്കെ എൻ്റെ ഫോൺ ചൂടായിട്ടുണ്ട്. അത് മേളിലോട്ടൊന്നും പോയിട്ടില്ല. അതിൻ്റെ താഴെ Voltage 4291 millivolts.
നമ്മുടെ ഫോൺ ഇപ്പം എത്ര വോൾട്ടേജാണ് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ തെർമൽ എന്നും പറഞ്ഞിട്ടുണ്ട്, അതെടുത്താൽ നമുക്ക് ഫോണിൻ്റെ ഓരോ പാർട്ടിലുള്ള ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത് ഒന്നും പിടികിട്ടത്തില്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല.